ഹായ് ഫ്രണ്ട്സ്, DIY എവറിത്തിങ് ഹോം മെയ്ഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ്. ആർക്കും ചെയ്യാൻ പറ്റും. അതായത് പടം വരയ്ക്കാനോ അങ്ങനെ ഒരു കഴിവോ ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് കോക്കനട്ട് ഷെൽസും കുറച്ച് പശയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. സോ ആദ്യം നമുക്ക് വേണ്ടത് ഫെവിക്കോളാണ്. നോർമൽ ഫെവിക്കോളും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളിൻ്റെ MR ജനറൽ പർപ്പസിൻ്റെ ഇതാണ്, ബോട്ടിലാണ്. സോ ആദ്യം നമുക്കതൊരു ബൗളിലേക്ക് ആക്കാം. നമ്മളിതിൽ വെള്ളം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കും. മിക്സ് ചെയ്ത് നമ്മൾ ഈ പരുവത്തിലാക്കി എടുക്കും. അതിനുശേഷം ബോട്ടിൽ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിലേക്ക് നമ്മൾ ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ടിഷ്യൂ ഞാനിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ബോട്ടിലേക്ക് ഈ ഫെവിക്കോളിൻ്റെ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓരോ ടിഷ്യൂ ആയിട്ട് ജസ്റ്റ് അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സോ ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്തു. അത് ജസ്റ്റ് കീറിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ടിഷ്യൂ. സോ അത് കാര്യമാക്കണ്ട. സെക്കൻഡ് ലെയർ ചെയ്യുമ്പോൾ അതെല്ലാം കവർ ചെയ്താൽ മതി. സോ നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഉണക്കാൻ വെക്കണം. ഒരു 8 to 7 hours നല്ലോണം ഡ്രൈ ആക്കാൻ വെക്കണം. ബോട്ടിൽ ഉണങ്ങുമ്പോഴേക്കും നമുക്ക് ചിരട്ടയിൽ കുറച്ച് പരിപാടി ചെയ്ത് തീർത്ത് വെക്കാനുണ്ട്. ചിരട്ട ആദ്യം തന്നെ തീയിൽ കാണിച്ച് അതിൽ ഒത്തിരി നാരുണ്ടാവും, അത് കളയാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കരിഞ്ഞിരിക്കുന്നത്. തീയിൽ കാണിച്ചത് ഒത്തിരി നാര് കളഞ്ഞതുകൊണ്ടാണ്. ബാക്കിയുള്ളത് നമുക്ക് സാൻഡ് പേപ്പർ വെച്ച് നല്ലോണം സ്ക്രബ് ചെയ്ത് കുറേ സമയം എടുത്ത് നമുക്കത് ഫുൾ കളയാൻ പറ്റും. ഇതാണ്ടോ, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു നാരുകളാണ്. അത് നമ്മൾ ചിലപ്പോൾ തീയിൽ കാണിക്കുമ്പോൾ പോയിന്ന് വരില്ല. അത് നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് തന്നെ ചെയ്യണം. നല്ലോണം സ്ക്രാച്ച് ചെയ്ത് സ്ക്രബ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ച ചിരട്ടകളാണിത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, അതിൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ടാവും. അത് നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് സ്ക്രബ് ചെയ്ത് അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നതാണ്. ഈ സ്ക്രബ് ചെയ്ത് വെച്ചേക്കുന്ന ചിരട്ടകൾ നമ്മളിനി ചെയ്യേണ്ടത് ഒരു ചുറ്റികയോ എന്തെങ്കിലും എടുത്ത് നല്ല കട്ടിയുള്ള എന്തെങ്കിലും എടുത്ത് നല്ലതായിട്ട് പൊട്ടിച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കണം. ഹാമർ യൂസ് ചെയ്യുമ്പോൾ കൈയൊന്നും ഇടയപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സൈസിൽ വേണം നമ്മൾ പൊട്ടിച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഉണക്കാൻ വെച്ച ബോട്ടിൽ ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു ബ്ലാക്ക് പെയിന്റ് കോട്ട് ചെയ്ത് കൊടുക്കണം. വാട്ടർ കളർ ഒഴിച്ച് ബാക്കി ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആക്രിലിക്കോ പോസ്റ്റർ കളർ എന്ത് വേണമെങ്കിലും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പോസ്റ്റർ കളറാണ്. സോ നമുക്ക് ഈ ബോട്ടിൽ ഫുള്ള് ഒരു കോട്ട് അടിച്ചാൽ മതിയാവും. ഫുൾ കോട്ട് ചെയ്ത് കൊടുക്കാം. ഫുൾ ബ്ലാക്ക് കോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതും 8 to 7 hours ഡ്രൈ ആക്കാൻ വയ്ക്കാം. അപ്പം നമ്മുടെ ബോട്ടിൽ ഇവിടെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ചിരട്ടയുടെ പീസസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാം അടുത്തടുത്ത് ഇങ്ങനെ കുത്തി നിറച്ച് ചെയ്യാതെ ഒരു ചെറിയ ഡിസ്റ്റൻസ് എല്ലാത്തിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വിട്ട് കൊടുക്കണം. അതാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് കോട്ടിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്തത് ഗ്ലൂ ഗൺ വെച്ചാണ്. ഇനി ഗ്ലൂ ഗൺ ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഈ ഫെവിക്കോൾ MR യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ബാക്കിലുള്ള പോർഷൻ ഞാൻ ഇത് വെച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് സാധാരണ നമ്മൾ പശ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ആക്കി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. ഗ്ലൂ ഗൺ തന്നെ വേണം നിർബന്ധമില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഗ്ലൂ ഗണ്ണിനേക്കാൾ നല്ലോണം നിൽക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഫെവിക്കോളിൻ്റെ MR ആയതുകൊണ്ട്. നോർമൽ ഫെവിക്കോള്
നിൽക്കുമെന്നുള്ളതിൽ എനിക്ക് ഉറപ്പ് വരാൻ പറ്റില്ല. അപ്പം നമ്മുടേതാ ഫുൾ ചിരട്ട ചൊട്ടിച്ച് കഴിഞ്ഞു. പകുതി ഭാഗം ഗ്ലൂഗൺ ആണ്, പകുതി ഭാഗം ഫെവിക്കോളാണ്. എന്ന് നമുക്കൊരു കോട്ടിങ് കൊടുക്കണം. അത് ഓപ്ഷണൽ സ്റ്റെപ്പാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടച്ച് വുഡിൻ്റെ ഒരു വുഡ് ഫിനിഷാണ്. വാർണിഷ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോളും വാട്ടറും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിൽ ഒന്നും യൂസ് ചെയ്യാതിരിക്കാം. എൻ്റെ കയ്യിൽ ഇത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഒന്നും ചെയ്യാനല്ല, ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒരു ബ്രഷ് യൂസ് ചെയ്ത് ജസ്റ്റ് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് ഫുൾ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 2-3 hours ഡ്രൈ ആക്കാൻ വെക്കാം. അപ്പം അതായത് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു സ്മൂത്ത് സർഫസ് ആയിട്ടുണ്ട്. ഇതാ നമുക്ക് കാണാൻ പറ്റിയ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ ജൂട്ടിൻ്റെ യാൺ യൂസ് ചെയ്ത് ടൈ ചെയ്ത് കൊടുക്കാം. ടോപ്പ് പോർഷൻ കവർ ചെയ്ത് കൊടുക്കാം. അത് ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഗ്ലൂഗൺ യൂസ് ചെയ്യാം. ഫെവിക്കോള് ജസ്റ്റ് ഒന്ന് അവിടെ ഇതാക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് അതൊന്ന് റോൾ ചെയ്ത് നോർമലായിട്ട് എല്ലാവരും അറിയാവുന്ന പോലെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടാവും. മിക്ക ജൂട്ടിയാണും ഇതുപോലെ നാര് പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ തൊടുമ്പോൾ അത് വരുന്നതാണ്. അതൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലൈറ്റർ എടുത്തിട്ടുണ്ട്. ലൈറ്റർ വെച്ചിട്ട് ഞാനതൊന്ന് ജസ്റ്റ് കത്തിക്കുമ്പോൾ സൂക്ഷിച്ച് കത്തിക്കണം. ജസ്റ്റ് കത്തിക്കുമ്പോൾ ആ നാര് പൊങ്ങി നിൽക്കുന്ന ഫുള്ളും കംപ്ലീറ്റ് ആയിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അതൊരു കംപ്ലീറ്റ്ലി ഫിനിഷിങ് ലുക്ക് കിട്ടും. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഫുള്ള് ജസ്റ്റ് ഒന്നിങ്ങനെ അതിൻ്റെ മുകളിലൂടെ സ്വൈപ്പ് ചെയ്ത് പോയി കഴിയുമ്പോൾ അതിനൊരു ഇച്ചിരി ഡാർക്ക് ബ്രൗൺ കളർ കിട്ടുകയും ചെയ്യും. പ്ലസ് ആ നാരെല്ലാം ഇതായി പോവുകയും ചെയ്യും. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നാരെല്ലാം ഇതായിട്ടുണ്ട്. ഞാൻ നേരത്തെ യൂസ് ചെയ്ത വുഡൻ പോളിഷ് വെച്ചിട്ട് ഒരു കോട്ടും കൂടി ഞാൻ ഇതിന് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ സെക്കൻഡ് കോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ആണ് കിട്ടിയത്. പ്ലസ് ഞാൻ ആ ബ്യൂട്ടിയാണിനും കോട്ടിങ് കൊടുത്തിരുന്നു. അതുകൊണ്ട് അതിൻ്റെ കളർ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തേനേക്കാളും ഭയങ്കര ഒരു ഡാർക്ക്നെസ്സും അതുപോലെ തന്നെ ഒരു ഗ്ലൈസിങ്ങും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെയിൻറ് ചെയ്യാൻ അറിയാത്തവർക്കും ആർക്കും വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. കുറച്ച് ഐറ്റംസും കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ആർക്കും ചെയ്തെടുക്കാവുന്ന ഒരു ബോട്ടിലായിട്ടാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓർഗാനിക് എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് സജഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. എല്ലാവരും പോയി കാണാം. പുതിയൊരു എപ്പിസോഡായി ഞങ്ങൾ വരും. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.